ഒരു ജാതകം നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നോക്കിയാലാണ് നമുക്ക് ഫലം കൃത്യമായിട്ട് പറയാൻ പറ്റുക, തിട്ടമിട്ട് പറയാം. പ്രശ്നം വെക്കുന്നത് പോലെയല്ല, ജാതകം നോക്കിയിട്ട് ഒരു ഇവന്റിനെ അങ്ങനെ കൃത്യമായിട്ട് പറയാം. അത് പറയാൻ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഈ കാര്യങ്ങൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ സിമ്പിളായിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വരാഹ മിഹിരാചാര്യൻ ഒരു ജാതകം നോക്കാൻ എന്തൊക്കെ കാര്യം അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഹോരാശാസ്ത്രം 25 അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ച് എഴുതി. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് അദ്ദേഹം തന്നെ പ്രമാണം പറഞ്ഞു പോയിട്ടുണ്ട്. രാശി പ്രഭേദോ ഗ്രഹയോനിഭേദോ വിയോനി ജന്മോദ നിഷേക കാല ജന്മോദ സദ്യോത്മരണം തഥായുർദശാവിഭാഗ അഷ്ടവർഗ സപ്ഞഃ കർമ്മജീവ രാജയോഗ ഖയോഗ ചാന്ദ്രയോഗ ദിഗ്രഹാദ്യശ്ച യോഗ പ്രാവൃജ്യോദ രാശിശീലം ച ദൃഷ്ടിർ ഭവാ തസ്മാത് ആശ്രയോദ പ്രകീർണ നേഷ്ടായോഗ ജാതകം ഭാമിനീനാം നിര്യാണം സ്യാദ് നഷ്ടജന്മതൃഗാണ അധ്യായാനാം 20 പഞ്ചയുക്ത ഹോരാശാസ്ത്രം മത്കൃതേ സമ്യഗ്യുക്ത എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അദ്ദേഹം 25 കാര്യങ്ങള് രാശി പ്രഭേദോ, അത് രാശിയുടെ പ്രത്യേകത. 2 ഗ്രഹയോനി ഭേദോ, ഗ്രഹങ്ങളുടെ പ്രത്യേകത. വിയോനി ജന്മ, വിയോനി ജന്മം. 4 നിഷേക കാല, നിഷേക പ്രകരണം. അപ്പൊ രാശിപ്രകാരം, ഗ്രഹപ്രകരണം, വിയോനി പ്രകരണം, നിഷേക കാലം. ജന്മപ്രകരണം ജന്മോദ സദ്യോത്മരണം, സദ്യോത്മരണം തഥായുർ ജന്മോദ സദ്യോത്മരണം തഥായുർദശാവിഭാഗ അഷ്ടവർഗ സപ്ഞ. 9 അധ്യായത്തില് 4 വരി കൊണ്ട് പുള്ളി പറഞ്ഞു. പിന്നെന്താ? കർമ്മയോഗ, കർമ്മജീവ, രാജയോഗ, ഖയോഗ, ഖയോഗം എന്ന് പറഞ്ഞാൽ നാഭസയോഗം, ചന്ദ്രയോഗ, ദ്വിഗ്രഹാദ്യശ്ച യോഗ, ദ്വിഗ്രഹയോഗം, പ്രാവൃജ്യോ അധ രാശിശീലം ച ദൃഷ്ടിർ, പ്രാവൃജ്യോദരാശിശീലം ച ദൃഷ്ടിർ ഭാവാ തസ്മാത് ആശ്രയോ പ്രകീർണ. പ്രകീർണ എന്ന് പറഞ്ഞാൽ മിശ്രം, മിശ്രം. നേഷ്ടാം, നേഷ്ട എന്ന് പറഞ്ഞാൽ അനിഷ്ടം, അനിഷ്ടയോഗ. നേഷ്ടായോഗ ജാതകം ഭാമിനീന, ഭാമിനി, മാനിനി എന്നൊക്കെ ചിലര് പറയുന്നുണ്ട് കേട്ടോ. മാനിനി എന്ന് പറഞ്ഞ സ്ത്രീ ജാതകം. നിര്യാണം സ്യാദ്, നിര്യാണം എന്ന് പറഞ്ഞാൽ മരണം. നഷ്ടജന്മ, നഷ്ടജാതകം. ദൃഗാണ അധ്യായാനാം 20 പഞ്ചയുക്ത. 20 എന്ന് പറഞ്ഞാൽ 20. പഞ്ചയുക്ത എന്ന് പറഞ്ഞാല്, യുക്ത എന്ന് പറഞ്ഞാൽ ചേർക്കുക, 5. അപ്പൊ 20 + 5. അധ്യായാനാം 20 പഞ്ചയുക്ത. 20 + 5 20നോട് 5 അധ്യായങ്ങൾ കൂട്ടി. ഹോരാശാസ്ത്രം മത്കൃതേ സമ്യക് യുക്ത. ഹോരാശാസ്ത്രം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു സമ്യക്, എല്ലാത്തിനെയും യോജിപ്പിച്ച് യുക്തമാക്കിയിട്ട്.
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ഹോരാശാസ്ത്രം പഠിക്കുമ്പോ മൂർത്തിത്തെ പരികൽപ്പിത ശസ്യഭൃതോ വർമാ പുനർജന്മന ആത്മേത്യാത്മവിദാം ക്രതുശ്ചേജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചനേകായതശ്രുതോ വാചം ന സതതാതുനൈകിരണസ്ത്രൈലോക്യദീപോ രവി എന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ ഇത് പഠിച്ചു വെച്ചോ. ഭൂയോബി പടുബുദ്ധി പടുതയാം ഹൊരാവലാജ്ഞത്തയെ. അത്രയും ബുദ്ധിയുള്ളവർക്ക് സ്വല്പം വൃത്തവിചിത്രത്തോടു കൂടി മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന അധ്യായം അല്ലേ. അപ്പോ സൂര്യന്റെ തേജസ് കൊണ്ടിട്ടുള്ള, സൂര്യനെ തപസ് ചെയ്ത് സൂര്യനെ സൂക്ഷ്മ പ്രത്യക്ഷീകൃത ഭാവത്തിൽ കണ്ടിട്ടുള്ള വരാഹമിഹിരാചാര്യൻ 25 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഹോരാശാസ്ത്രം എഴുതിയെങ്കിൽ നമ്മൾ ജാതകം നോക്കുന്ന സമയത്ത് സ്പെസിഫിക്കേഷൻസ് ഓഫ് രാശി പഠിക്കണം, സ്പെസിഫിക്കേഷൻസ് ഓഫ് ഗ്രഹ, വിയോനി ജന്മ. നമ്മൾ മനുഷ്യന്റെ കാര്യം മാത്രം പഠിച്ചാൽ പോരാ. ആട്, മാട്, ജന്തുക്കള്, പാമ്പ്, പുഴു ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകതകള്, അതിന്റെ തല ഇപ്പൊ നമ്മൾ കലാംഗാനിവരാംഗമാനനമുരോ ഹൃക്രോഡവാസോ ഭൃതോ വസ്തിർവ്യഞ്ജനമൂരുജാനുയുകളെ ജങ്കേതദേ അംഗദ്വയേ ജങ്കേതദോ. അപ്പൊ അങ്ങനെ നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കാലപുരുഷന് തത്തുല്യമായിട്ടും ഭാവാ തത്തുല്യമായിട്ടും പറഞ്ഞിട്ടുള്ളത് മാതിരി വിയോനി ജന്മപ്രകരണത്തിൽ ഒരു ജന്തുവിന്റെ തല എത്ര ഭാവം, ബോഡി ഇര, മറ്റുള്ള ഭാഗങ്ങൾ എത്ര ഭാവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെപ്പോഴാന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ കാലഘട്ടങ്ങളിൽ ഒരു പശുവിനെ കട്ടുകൊണ്ടുപോയി അല്ലെ അത് കട്ടുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ കൃഷ്ണീയം നോക്കിയാൽ അറിയാൻ പറ്റുമോ എങ്ങനെ കട്ടുകൊണ്ടുപോയത്, എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായില്ല. അപ്പൊ ഇത് ഒരു ജന്തുവിനെ എങ്ങനെ കട്ടുകൊണ്ടുപോയി, കഴുത്തിൽ കയറിട്ട് കട്ടുകൊണ്ടുപോയോ, ഒരാൾ ചേർന്നോ 4 പേര് ചേർന്നോ കട്ടുകൊണ്ടുപോയോ, ഇങ്ങനെയൊക്കെ പല മൂക്കയറിട്ട് കട്ടുകൊണ്ടുപോയി, ഇതിലൊക്കെ പറയാനൊക്കെ ആയിട്ടൊക്കെ പല കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇപ്പൊ കേതു, ഒരു ജാതത്തിൽ കേതു കയർ അല്ലെങ്കിൽ രാഹു കയറ്, അത് 3-ാം ഭാവത്തിൽ 4 രാശിയിൽ നിന്നാൽ എന്നൊക്കെ പറഞ്ഞ് പല കണക്കുണ്ട് അതിന്. അപ്പൊ ജന്മപ്രകരണം, ജനിക്കുന്ന കുട്ടിയുടെ പ്രത്യേകതകൾ, സദ്യോത്മരണം, ജനിച്ച കുട്ടി പെട്ടെന്ന് മരിക്കുമോ ഇല്ലയോ, അവരുടെ ആയുസ് എത്ര നീളും, എന്തൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ പൊസിഷൻ, ലഗ്നം, ചന്ദ്രൻ, സൂര്യൻ, ഇതിന്റെ പ്രത്യേക പൊസിഷൻ വെച്ചിട്ട് ഇതൊക്കെ ആദ്യം നോക്കണം. ഒരു ജാതകം നോക്കുമ്പോൾ രാശികള് ആദ്യം ശ്രദ്ധിക്കണം, ഗ്രഹങ്ങൾ അതിൽ നിൽക്കുന്നത് ശ്രദ്ധിക്കണം. പിന്നീട് വിയോനി ജന്മം എല്ലാ സമയത്തും നമുക്ക് ആവശ്യം വരില്ല, പക്ഷെ പ്രശ്നത്തിൽ ആവശ്യം വരും. നിഷേകകാലം, ഒരു കുട്ടി എവിടെ ജനിച്ചിരിക്കുന്നു, ആ ജനിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളൊക്കെ, ജന്മപ്രകരണം നോക്കണം, ജനിച്ചപ്പോ ഉള്ള സമയത്തുള്ള പ്രത്യേകതകള്, സദ്യോന്മരണമുണ്ടോ, ആയുസ്സുണ്ടോ. പിന്നെ നമ്മളെപ്പോഴും ജാതകം നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ദശാവിഭാഗം. ദശാവിഭാഗം എന്നും ചിലരും പറയും. അപ്പൊ ദശ എന്ന് പറയും, തമിഴില് ദിശ ബുദ്ധി എന്ന് പറയും. ഒരുത്തന്റെ ദിശ ഏത് ദിശയിലേക്ക് അവൻ പോവും, അവന് ആ സമയത്ത് ഒരു ദിശയിൽ എന്ത് ബുദ്ധി ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ ദശ ഭുക്തി, അപഹാരം, ദശ അപഹാരം, അതിന്റെ ഛിദ്രം, ഇതൊക്കെ ഓരോ ദശയിലും വരുന്നത്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ കണക്കാക്കിക്കോ, ഈ ദശ ഇവിടെ 8-ാമത്തെ അധ്യായമായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇത്രയും മനസ്സിലാക്കിയാലാണ് ദശ വെച്ച് ബലം പറയാൻ പറ്റുള്ളൂ. ഇനി ഇത്രയും മനസ്സിലാക്കിയാൽ അഷ്ടവർഗം കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം എടുത്തിട്ട് വേണം അഷ്ടവർഗം നോക്കാൻ വേണ്ടിയിട്ട്. അഷ്ടവർഗം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള വിശദമായ വീഡിയോ, ഫുൾ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. ഏതൊരാൾക്കും കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1, 4, 5, 7, 9 അങ്ങനെ പറഞ്ഞിട്ട് കണക്ക് വരെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ജീവനം, ഈ കർമ്മജീവന അധ്യായം നമ്മൾ ഫുള്ളായിട്ട് നമ്മളുടെ ചാനലിലുണ്ട് കേട്ടോ. മൊത്തം ഉണ്ട് കർമ്മജീവന അധ്യായം. ഓരോ തൊഴില് എങ്ങനെ അംശകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടെത്താന്നുള്ളതാണ്. പിന്നെ രാജയോഗങ്ങൾ, ഇതിനെപ്പറ്റി ചിലതും പറഞ്ഞിട്ടുണ്ട്. ജനയതി നൃപമേഘ പിച്ചഗോമിത്ര ദിഷ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖായോഗങ്ങള്, ചാന്ദ്രയോഗം, ദിഗ്രഹയോഗം, ഇതൊക്കെ യോഗങ്ങളാണ്.
പ്രാവൃജ്യയോഗം, സന്യാസിയെ മാറുകയോ അല്ലെ കല്യാണം കഴിക്കാതിരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില യോഗങ്ങൾ. ഓരോ രാശിയുടെയും പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് വീണ്ടും എടുത്തു പറയണം. അതാണ് രാശിശീലം. അപ്പൊ മേഷരാശിയിലാണെങ്കിൽ അതിന്റെ പ്രത്യേക ശീലം, ഓരോ രാശിയുടെയും, വൃഷഭരാശിയുടെ പ്രത്യേക ശീലം. അങ്ങനെ ദൃഷ്ടി പ്രകരണം, ഗ്രഹത്തിന്റെ ദൃഷ്ടിയിലെ ത്രിദശ ത്രികോണ ചതുരസ്ര സപ്തമാനവലോകയന്തി ചരണാഭിവൃദ്ധിത എന്ന് പറഞ്ഞിട്ടുള്ള ആ ദൃഷ്ടികളുടെ പ്രത്യേകതകള്, ഭാവപ്രത്യേകതകള്. ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശോ സുഖോ ജയോ ബുജ്ജ തത്സർവം ചിന്തനീയം വിലഗ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഭാവങ്ങളുടെ ഓരോന്നിന്റെയും സവിശേഷതകള്, ആശ്രയ രാശിയുടെ സവിശേഷതകള്. പ്രകീർണം എന്ന് പറഞ്ഞ മിശ്രം, മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള ഫലങ്ങൾ. അത് ഓരോ ശ്ലോകത്തിലും നമ്മൾ വായിക്കുമ്പോൾ പല തരത്തിലുള്ള അർത്ഥം മനസ്സിലാവും. നിങ്ങൾ ഇന്ന് വായിക്കുന്ന അർത്ഥമല്ല ഇപ്പൊ മനസ്സിലാവുന്നത് എന്നുള്ളതാണ് അതിൽ വേറൊരു വിഷയം. ഞാനിത് 1996 പഠിക്കുന്ന സമയം എനിക്ക് അന്ന് മനസ്സിലായിട്ടുള്ളതല്ല ഇപ്പൊ മനസ്സിലാവണം. ഇപ്പൊ വീണ്ടും വായിക്കും, വീണ്ടും മനസ്സിലാവും. അതുകൊണ്ടാണ് സ്വല്പം വൃത്തം വിചിത്രം അർത്ഥബഹുലം ശാസ്ത്രപ്ലവം പ്രാരംഭേ എന്ന് പറയുന്നത്. അനിഷ്ടയോഗങ്ങള് 22-ാം അധ്യായം എല്ലാവരും പഠിച്ച് വച്ചിരിക്കണം എന്നുള്ളതാണ്. 22-ാം അധ്യായത്തില് വരുന്ന ശ്ലോകങ്ങള് ശ്രീജാതകം നോക്കണ സമയത്ത് അത്യാവശ്യമായിട്ട് വരും. അതിൽ പ്രത്യേകിച്ച് ക്രൂരേ അഷ്ടമേ വിധവധ നിധനേശ്വരാണാം യസ്യ സ്ഥിത അങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള താസാന്തൃഭർത്തൃമരണം നിധനേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ഇതില് കണക്ട് ചെയ്ത് ചിന്തിച്ച് പഠിക്കാനുണ്ട്. ശ്രീജാതകം, നിര്യാണം, മരണാദി ദോഷങ്ങൾ, നഷ്ടജാതകം. ഒരാൾക്ക് ജാതകമില്ല, എങ്ങനെ ജാതകം ഉണ്ടാക്കും എന്നുള്ളതിനെ കണക്കാക്കുന്നതാണ് നഷ്ടജാതകം. ദൃഗാണം എന്ന് പറഞ്ഞാൽ ദ്രേക്കാണം 36 കാണാണ്ട് പഠിച്ചു വെക്കണം. കട്യാം സീതവസ്ത്രവേഷ്ടിത കൃഷ്ണശക്ത ഇവാഭിരക്ഷതും രൗദ്രം പരശും രക്തവിലോചന പുമാൻ രക്താംബരഭൂഷണാസക്ത ചിത്ത കുംഭാകൃതി വാചി മുഖി തൃഷാർത്ഥ ഏകേന പാദേന മേഷമദ്യ ദ്രേകാണരൂപം യവനോപദിഷ്ടം ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാം കുഞ്ചിതലൂന പദ കുഞ്ചിതലൂന ഖച ഖടദേഹ ദക്തപദ ത്രിശിദാസന ചിത്ത ഇങ്ങനെ പറഞ്ഞിട്ട് വൃഷഭരാശിയുടെ ഇങ്ങനെ പോയി എല്ലാം പഠിച്ചു വച്ചിരിക്കുന്നു. എല്ലാ ഇതും ഇപ്പൊ ശാൽമല്യോപരി ശ്വാനരസ്യ ഇങ്ങനെ പറഞ്ഞിട്ട് ചിങ്ങരാശിയുടെയും എല്ലാത്തിന്റെയും നിങ്ങളുടെ തലയിലേക്ക് ഇത് ഓടി വരണം. ദ്രേക്കാണ സ്വരൂപത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ദേവപ്രശ്നത്തിലും ഇപ്പൊ കള്ളനെ കണ്ടെത്തണമെങ്കിലും ഒരാളുടെ സ്വരൂപം കണക്കാക്കണമെങ്കിലും ഒക്കെ വളരെ പ്രത്യേകത ഉണ്ട്. അത് ഡീപ്പായിട്ട് പഠിച്ചു വെക്കണം. ആ 36 ശ്ലോകങ്ങൾ കണ്ടു പഠിക്കണം. 1-ാമത്തെ അധ്യായത്തിലെയും 2-ാമത്തെ അധ്യായത്തിലെയും കൂട്ടി 41, ഇത് 36. ഇതിലിങ്ങനെ കുറെ സാധനങ്ങൾ ഗുരുക്കന്മാര് നമ്മളെ ട്രഡീഷണൽ പഠിപ്പിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കാണാണ്ട് പഠിക്കേണ്ട ശ്ലോകങ്ങൾ പറഞ്ഞു തരും. അത്രയും പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇത്ര വലിയ പാടൊന്നുമില്ല. എല്ലാ ദിവസവും ഒരു ശ്ലോകം വെച്ച് പഠിച്ചു കഴിഞ്ഞാല് ഒരു 1.5 കൊല്ലം കൊണ്ട്, വേണ്ട 1 കൊല്ലം കൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ഏകദേശം നമ്മുടെ വരാഹ ഹോര പഠിക്കാൻ പറ്റും. ഓരോ ദിവസം നിങ്ങൾക്ക് മെമ്മറി പവർ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു ശ്ലോകം വെച്ച് പഠിക്കുക. പക്ഷെ ഇതിന്റെ അർത്ഥം കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് സാധാരണ ഇതല്ല. സംസ്കൃതം സാധാരണ സംസ്കൃതമല്ല. സംസ്കൃതം ഏറ്റവും ഈസിയുള്ള ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെ ഏറ്റവും ഈസിയുള്ള ഭാഷയാണ് സംസ്കൃതം. പക്ഷേ ഈ സംസ്കൃതം, ഹോരാശാസ്ത്രത്തിലുള്ള സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചാ പൊട്ടാത്ത കട്ടിയായിട്ടുള്ള കോഡുകൾ യോജിപ്പിച്ചിട്ടുള്ള സംസ്കൃതമാണ്. അത് വായിച്ചെടുക്കാൻ പോലും പാടാണെന്നുള്ളതാണ്. വായിച്ചെടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം പഠിക്കാത്ത ആൾക്ക്. പക്ഷെ നിങ്ങൾക്ക് മെമ്മറി പവർ ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും, നിങ്ങൾ ഇന്റലിജന്റ് ആണ്, ഓൾറെഡി നിങ്ങൾക്ക് പല ഡിഗ്രികളും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കും. പഠിച്ചതിന് ശേഷം എൻ്റെ ഒരു ആശാൻ പറയുമായിരുന്നു, നിങ്ങൾ ആദ്യം ശ്ലോകം പഠിച്ചതിന് ശേഷം അർത്ഥം മനസ്സിലാക്കിയാലും മതി. പക്ഷെ എൻ്റെ വേറൊരു ആശാൻ പറയുമായിരുന്നു, മോനെ നീ ആദ്യം പോയി അർത്ഥം നോക്കി എന്നിട്ട്
അർത്ഥം നോക്കി പഠിച്ചിട്ട് വേണം ശ്ലോകം പഠിക്കാൻ എന്ന് പറയും. അർത്ഥം നോക്കി പഠിച്ചതിന് ശേഷം ശ്ലോകം പഠിക്കാൻ പറയും. അപ്പോഴാണ് അതിന്റെ കൂടുതലായിട്ടുള്ള നമുക്കതിന്റെ ഓർമ്മ വരിക. ഈ ദ്രേകണ സ്വരൂപമൊക്കെ പഠിക്കുമ്പോൾ അർത്ഥം പഠിച്ചിട്ട് ശ്ലോകം പഠിക്കണം. പിന്നെ പഠിച്ചതിന് ശേഷം വീണ്ടും അർത്ഥം എക്സ്പാൻഡ് ചെയ്ത് കണ്ടെത്തണം. എല്ലാത്തിൻ്റെയും ഇത് പ്രത്യേകതകൾ ഇങ്ങനെ തന്നെയാണ്. ഞാനിത് ഒരൊറ്റ വീഡിയോയിൽ ഇത് ഒക്കെ കൂടി പറഞ്ഞു. ഇതൊരു 5 വീഡിയോ 6 വീഡിയോ ആക്കി പറയാറുണ്ട്. ഒറ്റ വീഡിയോയിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചേക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ രാശി പ്രഭേദോ ഗ്രഹയോ നിഭേദോ വിയോ നിജന്മോദ നിഷേധകാല എന്നുള്ള പ്രമാണം പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് വരാഹമിഹിരാചാര്യനോട് ഭക്തി ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ആദിത്യദാസതനയസ്തദവാപ്തബോധ കാപിഷ്ടല സവിത്രിലബ്ധ വരപ്രസാദ എന്നുള്ള ശ്ലോകം പഠിച്ചു വെക്കുക. കാരണം അദ്ദേഹം അവന്തികോ മുനിമാന അവലോക സമ്യക് മുനികളുടെ എല്ലാ മാനങ്ങളെയും അവലോകനം ചെയ്തിട്ടാണ് ഹോരാം വരാഹമിഹിര രുചിരാം ചകാര എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങളിൽ ഒന്നാണത്. ഹോരാശാസ്ത്രത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങളിൽ ഒന്നാണ്. കാര്യം അതൊരു പ്രാർത്ഥനയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയും കഴിവിനെയും പറ്റി ആ ശ്ലോകം തന്നെ പറയുന്നുണ്ട്. അപ്പോ അവന്തികോ മുനിമാനല്ല മുനിമതാൻ അവലോക സമ്യക് എന്നാണ് കേട്ടോ. അത് മുന്നത്തെ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ആദിത്യദാസതനയസ്തദവാപ്തബോധ കാപിഷ്ടല സവിത്രിലബ്ധവരപ്രസാദ ആവന്തികോ മുനിമതാനവലോക സമ്യക് ഹോരാം വരാഹമിഹിരാം രുചിരാം ചകാര.